5 വർഷക്കാലം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത്യപൂർവമായ പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. തൃക്കാക്കരയിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം 25,000 വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം 37,000 വർദ്ധിപ്പിച്ചു. പാലക്കാട് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം 18,000 വർദ്ധിപ്പിച്ചു. ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000 കുറച്ചു. നിലമ്പൂരിൽ 3,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 11,000-ലധികം വോട്ടിന് ജയിച്ചു. അതിനു മുൻപ് പാർലമെന്റ് ഇലക്ഷനിൽ 2019-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDFന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഉജ്ജ്വലമായ വിജയം ആവർത്തിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ പെർഫോമൻസാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായത്. ടീം UDF ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല, എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF മുന്നോട്ട് വരുന്നത്.